ക്ഷേത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. MJ ഓട്ടോമൊബൈൽസ്, തിരുവനന്തപുരം റോഡ്, കാട്ടാക്കട. സഹസ്രാബ്ദങ്ങളുടെ നാൾവഴികൾക്കിപ്പുറം പൗരാണികതയുടെ ചിതലരിക്കാത്ത അടയാളപ്പെടുത്തലുകളുടെ തിരിശേഷിപ്പുമായി അനേകായിരം ഭക്തമനസ്സുകളിൽ ആത്മശാന്തിയുടെ തീർത്ഥജലമായി സമഭാവനയുടെ സമങ്ങളങ്ങളേകി ഭഗവാൻ ആനന്ദകൃഷ്ണൻ കുടികൊള്ളുന്ന തെക്കൻ കേരളത്തിലെ ഒരു മഹാസന്നിധിയാണ് പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏകദേശം 800 വർഷത്തിൽ അധികം കാലപ്പഴക്കം പറയുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനും ഏറെ പ്രത്യേകതകളുണ്ട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിലും ഇവിടം പ്രസിദ്ധമാണ്. ഈ ദേവസ്ഥാനത്ത് ഇപ്പോൾ ദേവഹിതപ്രകാരം നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിനോടനുബന്ധിച്ച് RKN ഫൗണ്ടേഷൻ ചെയർമാൻ ഹരികൃഷ്ണൻ മുൻകൈയെടുത്ത് ക്ഷേത്രത്തിന് ചുറ്റുവിളക്ക്, ക്ഷേത്രത്തിന് ചെമ്പോല പൊതിയിൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾ എന്നോണം ഭക്തരുടെയും ദേശവാസികളുടെയും ചിരകാല സ്വപ്നമായിരുന്ന ദേവന് കൊടിമരം സ്ഥാപിക്കൽ എന്ന മഹത്തായ കർമ്മം RKN ഫൗണ്ടേഷൻ ഹരികൃഷ്ണനും സനൽകുമാരൻ നായരും ക്ഷേത്ര ഉപദേശക സമിതിയും നാട്ടുകാരും ഉൾപ്പെടുന്ന കൊടിമര ആഘോഷ കമ്മിറ്റി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കാട്ടാക്കട RKN ഹോൾ അങ്കണത്തിലെത്തിച്ച ധ്വജവൃക്ഷം വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഭക്തർ സ്വീകരിച്ച് ക്ഷേത്രത്തിലെത്തിച്ച് ദേവസ്വത്തിന് കൈമാറി. ഈ ഭക്തി നിർഭരമായ ആ ദൃശ്യങ്ങൾ ഇനി നമുക്ക് കൺകുളിർക്കെ കാണാം. പെരുങ്കുളത്തൂർ ഭഗവാന്റെ തിരുനടയിലെത്തിച്ച ധ്വജവൃക്ഷം കണ്ടുവണങ്ങാൻ ആയിരങ്ങളാണ് വന്നു ചേർന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും കാട്ടാക്കട, അരുവിക്കര മണ്ഡലങ്ങളിലെ MLA-മാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കാട്ടാക്കട DYSPയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാട്ടാക്കട പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടർന്നുള്ള സഹായങ്ങൾ ഉണ്ടാകണമെന്ന് RKN ഫൗണ്ടേഷൻ ചെയർമാനും നാട്ടുകാരും ഭക്തരും ദേവസ്വം പ്രസിഡന്റിനോടും ജനപ്രതിനിധികളോടും അഭ്യർത്ഥിച്ചു. പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന കൊടിമര ഘോഷയാത്രയുടെ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് തന്ത്രിയെയും കണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് ദേവസ്വം പ്രസിഡന്റ് മടങ്ങിയത്. കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ, കൃഷ്ണ കൃഷ്ണ ഹരി ഗോപാല, അരൂപനായി ഞാൻ ആദ്യം കണ്ടത് കണ്ണാ നിൻ രൂപം, തേജോമയ രൂപം. കണ്ണ പെരുങ്കുളത്തൂരുണ്ണി കണ്ണ, കണ്ണ പെരുങ്കുളത്തൂരുണ്ണി കണ്ണ, കണ്ണ പെരുങ്കുളത്തൂരുണ്ണി കണ്ണ.
പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠ ഘോഷയാത്രയ്ക്കാണ് ഇന്നിവിടെ ആ മഹനീയ കർമ്മത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. പെരുങ്കുളത്തൂർ നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമായിരുന്നു ഈ ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠ എന്ന് പറയുന്നത്. എന്തായാലും ആ സ്വപ്നത്തിന് ഒരു സാക്ഷാത്കാരമാവുകയാണ്. ഇനിയൊരു 4 മാസം ഇതിൻ്റെ കൊത്തുപണികളും 6-7 മാസത്തെ തൈലാദിവാസത്തിനും ശേഷം ഡിസംബർ 2025 ഡിസംബറിലാണ് ഈ കൊടിമരം സാക്ഷാത്കരിക്കണമെന്ന് വിചാരിക്കുന്നത്. അതിന് ഇവിടുത്തെ വിശ്വാസികളുടെ എല്ലാവിധമായ പിന്തുണയും സഹായവും ഒക്കെ ആവശ്യമാണ്. നല്ല ചെലവ് വരുന്നൊരു പദ്ധതിയും പരിപാവനമായൊരു പുണ്യകർമ്മവുമാണിത്. എല്ലാ നിവാസികളുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും നിശ്ചയമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്കിവിടെ ഈ വലിയമ്പലം, ഇപ്പോൾ ക്ഷേത്ര തന്ത്രിയുമായി സംസാരിച്ചപ്പോൾ നാലമ്പലം എന്നതിനേക്കാൾ അപ്പുറമായി നമുക്ക് ആദ്യം വരേണ്ടത് വലിയമ്പലമാണ്. ആ വലിയമ്പലവും തിടപ്പള്ളിയും നമുക്ക് പൂർത്തിയാക്കണം. അതിന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബാക്കി വിശ്വാസികളും, ഒരു ക്ഷേത്രമെന്ന് പറയുമ്പോൾ അവിടേക്ക് എത്തുന്ന വിശ്വാസികൾ, ഉപദേശക സമിതി, പിന്നെ ദേവസ്വം ബോർഡ്, ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ, അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടായാൽ മാത്രമേ ഈ പ്രദേശത്തിനും ഐശ്വര്യവും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്നായി മുന്നോട്ട് പോകാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടേക്ക് എത്താൻ സാധിച്ചത്, ഈ പൗരാണികമായ ക്ഷേത്ര നടയിലേക്ക് എത്താൻ സാധിച്ചത് ഒരു ഭാഗ്യമായും അനുഗ്രഹവുമായി കരുതുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ദേശത്ത് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ താൽപ്പര്യപ്രകാരം അവരുടെ എല്ലാം ശ്രമഫലമായി ഇവിടെ ഒരു കൊടിമരം സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹം ഇന്നിപ്പോൾ സഫലമാകുകയാണ്. വിശ്വാസികൾ ഒന്നിടങ്കം നിന്നുകൊണ്ട് ഈ മാസം 26 മുതൽ ഇതിൻ്റെ പുറകെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഈ കൊടിമരം കൊണ്ടുവന്ന് ഇവിടെ ഇന്ന് ധ്വജപൂജ നടത്തി ഇന്ന് ദേവസ്വം ബോർഡിന് കൈമാറിയിരിക്കുകയാണ്. ബഹുമാന്യായ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും 2 MLA-മാരും സന്നിഹിതരായിരുന്നു. അതോടൊപ്പം ഞാനും കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർ തസ്ലീമുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണിന്ന്. എന്തായാലും ഇവിടെ ഈ പ്രദേശത്ത് തന്നെ, ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ കൊടിമരമാണ് വരാൻ പോകുന്നത്. 2025 ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ കൊടിമര പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. ഇനി അതുമുതലുള്ള മറ്റ് പൂജാതി കർമ്മങ്ങളും മറ്റ് നടപടികളും ഇതിൻ്റെ ഭാഗമായി നടക്കും. അതുപോലെ തന്നെ നടപ്പന്തലും അതുപോലെ തന്നെ നാലമ്പലവും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അങ്ങനെ ഈ ക്ഷേത്രം ഈ ദേശത്തിന് തന്നെ ഐശ്വര്യമായിട്ട് മാറാൻ പോകുന്ന ഒരു പുണ്യകർമ്മത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇവിടെ ഈ പരിപാടിയിൽ ഇതിനോടൊപ്പം പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ദേശവാസികളും അതുപോലെ തന്നെ ഭക്തജനങ്ങളും 1-2 ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റോഡിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപെടൽ ആ കാര്യത്തിൽ, റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇടപെടും എന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ PWDയുമായി ചേർന്നുള്ള ഈ പ്രധാന റോഡിൽ ചെന്ന് സന്ധിക്കുന്ന ഒരു ഭാഗത്തുള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അത് PWDയുമായി ചേർന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA-യുടെ സഹായത്തോടു കൂടി വേണമെങ്കിൽ മന്ത്രിയെയും കണ്ടുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ഞങ്ങൾ സജീവമായി പഞ്ചായത്ത് മുമ്പേ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പെരുങ്കുളത്തൂർ അപ്പനും നമ്മളെ നിവാസി നാട്ടുകാർക്കും പ്രണാമം. ഇത്രയും വലിയൊരു കാര്യം നടത്തിയെടുക്കാൻ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഭഗവാന്റെ കടാശം കൊണ്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മളിത് നടത്തിയതും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാഞ്ഞിരപ്പള്ളിയിൽ തൊട്ട് കൊടിമരത്തിൻ്റെ മരം മുറിപ്പ് തൊട്ട് കാട്ടാക്കട എത്തിച്ചു ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അനുഭവിച്ചില്ല. ഭഗവാന്റെ കടാശം കൊണ്ട് ഇത്രയും വലിയ ഒരു കാര്യം നടത്തിയെടുത്തതിന് എല്ലാവരുടെയും നന്ദി
രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മളെ കാട്ടാക്കട DSP അദ്ദേഹത്തിൻ്റെയും അവരുടെ ടീമും എല്ലാ സപ്പോർട്ടും നമുക്ക് വേണ്ടി തന്നു. പിന്നെ ഓരോ സ്റ്റേജിലുള്ള പൂജയും എല്ലാം സഹകരിച്ച് നാട്ടുകാർ വൻ വിജയമായിട്ട് മാറ്റിയതിന് അവർക്ക് വേണ്ടി ഞങ്ങൾ കമ്മിറ്റി എല്ലാവർക്കും വേണ്ടി ഞങ്ങളെ പ്രണാമം. ഇതുപോലെ അമ്പലത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇനിയും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജിന് വേണ്ടി ഞങ്ങൾ നീങ്ങുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിയുടെ ഒരു അപേക്ഷയോടെ കൊടുത്തു കഴിഞ്ഞു. ചിറ്റമ്പലത്തിൻ്റെ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ബട്ട് അവരുടെ ലിമിറ്റേഷനനുസരിച്ച് കൃഷ്ണസ്വാമിയുടെ സഹായം കൊണ്ട് ഡിസംബർ 25 സ്വർഗാലയ ഏകദേശിക്കാണ് കൊടിമരം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഭഗവാന്റെ കയ്യിലേ ആണ് ഇരിക്കുന്നത്. അതോടുകൂടി നമ്മൾ ചിറ്റമ്പലം പണി തീർക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും എല്ലാവർക്കും എസ്പെഷ്യലി മീഡിയക്കാരും അവരെല്ലാം ഇത് വന്ന് കവർ ചെയ്തതും എല്ലാവർക്കും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു. ക്ഷേത്രവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ. പെരിങ്കുളത്തൂരപ്പന് പ്രണാമങ്ങളോടെ ടസൽ ഫാബ്രിക്സ് 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫറുമായി കാട്ടാക്കട മാർക്കറ്റ് റോഡിൽ കൈതക്കോണത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം.